ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർ ബേക്കറികളിൽ കിട്ടുന്ന മാൽപൂരിയുടെ റെസിപ്പിയാണ്. ഇത് കണ്ണൂർ, കാസർഗോഡ് ബേക്കറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ ഭാഗത്തൊക്കെ ചെയ്തെടുക്കുന്ന മാൽപൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ ഇതിലോട്ടേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് വീണ്ടും കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് ധാരാളമാണ്. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ പഞ്ചസാര പാനി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതായത് പഞ്ചസാര ഒന്ന് ജസ്റ്റ് മെൽട്ടായി ഉരുകി കിട്ടിയാൽ മതി. പഞ്ചസാര അലിഞ്ഞ് ചേർന്നാൽ മാത്രം മതി. കൂടുതൽ സമയം തിളപ്പിച്ച് അത് ഒറ്റനൂൽ പാകം അങ്ങനെയൊന്നും ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ചൂടാറാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഒരു ബൗളിനകത്തോട്ടേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഒരു 2 നുള്ളു മാത്രം ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി കരിഞ്ജീരകം അതല്ലെങ്കിൽ കറുത്ത എള്ള് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ മാൽപൂരിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ, ബേക്കറി ടേസ്റ്റ് കിട്ടണമെങ്കിൽ കരിഞ്ജീരകം ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ അതുകൂടി ചേർത്ത് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ്. 1 കപ്പ് മൈദ. അപ്പോൾ മൈദ വെച്ച് റെസിപ്പി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് മാൽപൂരി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ബേക്കറിയിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ബേക്കറി ടേസ്റ്റ് കിട്ടണമെങ്കിൽ മാൽപൂരിയിൽ നമ്മൾ മൈദ വെച്ചിട്ട് തന്നെ ചെയ്യണം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ തണുത്ത ആ പഞ്ചസാര പാനി കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ കൂടിയും നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പഞ്ചസാര പാനി ഒന്നിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചായിട്ട് ഒഴിക്കുക. കാരണം ഇതിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു പാകം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ്. ബാറ്റർ ഒരിക്കലും ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല, നന്നായിട്ട് കുറുകിയിരിക്കാനും പാടില്ല. നിങ്ങളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ എണ്ണയിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പാകമായിരിക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ. ഇപ്പം ഞാൻ ആ പഞ്ചസാര പാനി മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി ഈ മാവ് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെയും ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മാവ് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാനിനകത്തോട്ടേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒരിത്തിരി മാവ് ഒഴിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിടുക, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എടുക്കുന്ന പാത്രം നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഈ ഒരു പാത്രം പരന്നതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടാണ് സാധാരണ ചെയ്യുക. അത്യാവശ്യം കനം കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു സ്നാക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ചില ബേക്കറികളിൽ ഇതിൻ്റെ നടുഭാഗം മാത്രം ഇങ്ങനെ പൊങ്ങി വരുന്ന രീതിയിൽ അങ്ങനെയും കിട്ടാറുണ്ട് കേട്ടോ. അതായത് അപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എനിക്ക് ഈ കനം കുറഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ആ നടുഭാഗമൊക്കെ അങ്ങനെ പൊങ്ങി വന്ന് ചെയ്യുന്നതിനേക്കാളും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ ലെയർ പോലെ വരുന്നത് കാണാം. ഒരു ചെറിയൊരു കളർ ചേഞ്ച് സൈഡിൽ ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് കോരാം. അത്യാവശ്യം എണ്ണയുണ്ടാവും. അതുകൊണ്ട് ടിഷ്യൂ പേപ്പറിനകത്തോ അല്ലെങ്കിൽ കോട്ടൺ തുണിക്കകത്തൊക്കെ വെക്കാം. അപ്പോഴത്തേക്കും കണ്ടില്ലേ ഭയങ്കര ഓയിലി ആയിട്ടുണ്ട് എന്നല്ല, എന്നാൽ അത്യാവശ്യം എണ്ണയുള്ള ഒരു പലഹാരം തന്നെയാണ് മാൽപൂരി. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറേ സമയം വെച്ചിരുന്നാലും അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ശരിക്കും ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ടാവും. ഉൾഭാഗത്തോട്ടേക്ക് വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒരു വലിഞ്ഞിരിക്കുന്ന ഒരു പാകത്തിനാണ് ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.